ആദ്യം തന്നെ എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ജേർണി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന കാലഘട്ടം, അതായത് ഞാൻ വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചാനൽ ആദ്യമായി ആരംഭിക്കുന്നത്. അന്ന് വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളും മറ്റ് ടിപ്പുകളുമായിരുന്നു ഈ ഒരു ചാനൽ വഴി ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അന്ന് ഏകദേശം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനും അതിൽ നിന്ന് നേടാനും ഒക്കെ സാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളായിരിക്കും നിങ്ങൾ. യൂട്യൂബ് ചാനലുള്ളവരോ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഇനി ഒരു ചാനൽ തുടങ്ങി മുന്നോട്ട് പോകാനോ ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെ ഈ 2025 സോഷ്യൽ മീഡിയ വഴി ഏൺ ചെയ്യാം, നിങ്ങൾക്കൊരു മെയിൻ സ്ട്രീം ഇൻകമായിട്ടോ അതല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകമായിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. സോ നിങ്ങൾക്കൊരു പാസീവ് ഇൻകമായിട്ട് എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ നേടാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു വിദ്യാർത്ഥിയായിരിക്കാം, അതല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു വീട്ടമ്മ ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. കാരണം ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ നിന്ന് ഇന്നത്തെ കാലത്ത് പണം സമ്പാദിക്കാൻ സാധിക്കും. യൂട്യൂബ് മാത്രമല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നമുക്ക് പൈസ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആണെങ്കിലും നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈവൻ മുഖം പോലും കാണിക്കാതെ, അത് ഫേസ് പോലും റിവീൽ ചെയ്യാതെ ക്വാളിറ്റി കോണ്ടന്റ്സ് നമ്മുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. സോ ആരായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല. ഒരു കാര്യം തന്നെ ഞാൻ ആദ്യം പറയുകയാണ്, ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ ജേണിയിൽ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ വളരെ ടെക്നിക്കൽ വശങ്ങൾ, യൂട്യൂബിൽ എങ്ങനെ ചാനൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നോ അങ്ങനെയുള്ള ടെക്നിക്കൽ വശങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് എന്തുകൊണ്ട് ഇൻകം ഏൺ ചെയ്തു കൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചാനലിൻ്റെ എന്തെങ്കിലും പറയുന്ന സാഹചര്യത്തിലേക്ക് അതെങ്ങനെയാണ് ഫോണിൽ ചെയ്യുക എന്നുള്ളതിനൊക്കെ പറ്റി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഈ ചാനലിൽ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു യൂട്യൂബ് ചാനലാണ്. നമുക്കറിയാം, ഒരു ഇമെയിൽ ID മാത്രം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡൊന്നും കാണിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ സമയം വലിച്ചു നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഒട്ടനവധി വീഡിയോസ് യൂട്യൂബിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നിങ്ങൾ വീഡിയോസ് ഇടേണ്ട ചാനൽ. അപ്പോൾ ഏത് തരം വീഡിയോസ് ഇടാൻ സാധിക്കും? ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടാം, ഫേസ് കാണിക്കാതെയുള്ള വീഡിയോസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇടാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കോണ്ടന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന് ഏതൊക്കെ കോണ്ടന്റ്സിനാണ് ഡിമാൻഡ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങളൊരു കോണ്ടന്റ് സെലക്ട് ചെയ്യാം. നിങ്ങളോട്ട് ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ അന്ന് വിദ്യാർത്ഥിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ. കാരണം ഞാനന്ന് വിദ്യാർത്ഥിയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഫീൽഡിൽ നിൽക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടമ്മയാണെങ്കിൽ കുക്കിംഗ് ഷെയർ ചെയ്യാം. അങ്ങനെ ഒട്ടനവധി കണ്ടന്റ്സ് ഉണ്ട്. സോ ആ കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു കോണ്ടന്റ് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാമെന്നുള്ളതാണ്. ഇന്നൊരു വീഡിയോ ഇട്ടു, റീച്ച് ഇല്ല. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ടു, റീച്ച് ഇല്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും 1 മാസത്തെ ഗ്യാപ്പാക്കി, റീച്ച് ഇല്ല. 2 മാസത്തെ ഗ്യാപ്പാക്കി, റീച്ച് ഇല്ല. അങ്ങനെ മടുത്ത് റീച്ച് ഇല്ലാത്തതിന്റെ പേരിൽ മടുത്ത് ഗ്യാപ്പ് കൂട്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ യാതൊരുവിധ ഗ്രോത്തും ഉണ്ടാവില്ല. യൂട്യൂബിൽ ഏറ്റവും വലിയ കാര്യം യൂട്യൂബിന്റെ അൽഗോരിതമാണ്. ഈ അൽഗോരിതം അനുസരിച്ച് വേണം നമ്മൾ വീഡിയോസ് ഇടാനായിട്ട്. യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും.
കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക മാത്രമല്ല ഓരോ വീഡിയോയിലും, അതായത് നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോയിൽ നമ്മൾ ചിലപ്പം ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഷേക്ക് ആവാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ ഓരോ വീഡിയോയും ഇമ്പ്രൂവ് ചെയ്യുക, ക്വാളിറ്റി കൂട്ടി കൂട്ടുക. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി കോണ്ടന്റ് യൂട്യൂബിൽ കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ഏത് കോണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഇടുന്ന കോണ്ടന്റിന്റെ പ്രശ്നമല്ല, ഒരിക്കലും നിങ്ങളുടെ ഓരോ കോണ്ടന്റും യൂട്യൂബിനെ സംബന്ധിച്ചുള്ള യുണീക്കാണ്. അതിനെ കാണാനായിട്ട് തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ഏത് ക്വാളിറ്റിയിൽ ആ കോണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. തീർച്ചയായും ക്വാളിറ്റി കോണ്ടന്റ്സ് നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ ക്വാളിറ്റി കോണ്ടന്റ്സ് ഇടുന്ന ആരും യൂട്യൂബിൽ ഇതുവരെ സക്സസ് ആവാതെ പോയിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടാറുണ്ട്. സോ തീർച്ചയായും ക്വാളിറ്റി കോണ്ടന്റ്സും കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ്. സോ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വന്നേക്കാം. ഞാൻ വീഡിയോസ് ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ എങ്ങനെ വീഡിയോസ് ഇടും, ഹൗ ടു ക്രിയേറ്റ് വീഡിയോ, നിങ്ങൾ എങ്ങനെ വീഡിയോ നിർമ്മിക്കും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിച്ച് ഇതുപോലെ ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് ഇടാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഇല്ലാതെ തന്നെ നിങ്ങൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ വിഷ്വൽസ് അത് കിട്ടുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. പിക്സബേ പോലെയുള്ള ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസോ ഇമേജസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ഇടുക, അതെല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാം പഠിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളത് മാത്രം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും മുഖം കാണിക്കാത്ത വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന്, ഫ്രീ വെബ്സൈറ്റുകളിൽ നിന്നും കോപ്പിറൈറ്റഡ് അല്ലാത്ത കോണ്ടന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ചെയ്യാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കഥ പറയുന്ന വീഡിയോസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മുടെ മൊബൈലിൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഇൻഷോട്ട്, അതോടൊപ്പം തന്നെ കൈൻ മാസ്റ്റർ തുടങ്ങിയ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനുകളിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. എല്ലാ യൂട്യൂബേഴ്സും വലിയ അഡോബ് പ്രീമിയറിലൊന്നും അല്ല എഡിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻഷോട്ട് പോലുള്ള സിമ്പിൾ ആപ്ലിക്കേഷൻ, ഞാനും അതിനകത്ത് തന്നെയാണ് എഡിറ്റ് ചെയ്യുക. സിമ്പിൾ ആപ്ലിക്കേഷനുകളിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇൻഷോട്ട് ആയാലും മറ്റ് കൈൻ മാസ്റ്റർ ഒക്കെ ആയാലും അവരുടെ ഫ്രീ വെർഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും യൂട്യൂബ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു വട്ടമെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്ലോഡ് ബട്ടണും കാര്യങ്ങളും ഒക്കെ. ജസ്റ്റ് അതല്ല എങ്കിൽ നിങ്ങൾ അറിയത്തില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് റെഫർ ചെയ്യാം. അതിനുശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന് നല്ല കിടിലമായിട്ടുള്ള ഒരു തമ്പനെയിൽ കൊടുക്കാം. ആ തമ്പനെയിലായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ എന്താണ് എന്ന് ഓഡിയൻസ് അറിയാൻ പോകുന്നത്. സോ തമ്പനെയിൽ എന്താണെന്നും തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അട്രാക്റ്റീവ് തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊക്കെ വീഡിയോസ് പുറമെ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ തമ്പനെയിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ തമ്പനെയിൽ. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. സോ അതിനെയാണ് തമ്പനെയിൽ എന്ന് പറയാം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക തമ്പനെയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് എന്നും അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് ആൾക്കാർ നമ്മുടെ വീഡിയോയിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇനി എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സംശയങ്ങൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സംശയങ്ങൾ കാണും. ഇത് കേട്ടപ്പോൾ ചിലപ്പം ഒന്നും മനസ്സിലാവാത്തവർ കാണും, എന്തെങ്കിലും മനസ്സിലാവർ കാണും. ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ പ്രസന്റേഷന്റെ പ്രശ്നം കൊണ്ട് മനസ്സിലാവാത്തവർ കാണും. സോ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമന്റ് ചെയ്യാം. അതോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഞാൻ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ എങ്ങനെ ഏൺ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഏതെങ്കിലും കാര്യത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കും. മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, മറ്റു കോണ്ടന്റ് നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ടതാണ്. എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ വോയിസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്ത് തന്നെയായാലും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വന്നിട്ടില്ല. സോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തൂടെ? യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ നമ്മുടെ ചുറ്റിനുമുണ്ട്. സോ എന്തിന് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു? ജസ്റ്റ് ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ടും പറ്റും. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് വൺസ് അഗൈൻ ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടാം. ബൈ. കുറേ അധികം കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. വരും വീഡിയോകളിൽ സെറ്റാക്കാം. ബൈ.